അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ എൻ്റെ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് അത്യാവശ്യം നല്ല മഴ പെയ്ത് ചോർന്നിട്ടുള്ള ആ ഒരു ടൈമാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മുറ്റത്ത് കുറച്ച് കിളികളെയും നമ്മൾ ആ കാടക്കുരുവികളൊക്കെ ഉണ്ടല്ലോ അതിറ്റിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് നല്ല സൗണ്ടിൽ എന്താ പറയുക വോയിസ് ഓവർ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചപ്പോഴാണ് കേട്ടോ ബാക്കി വോയിസ് ഓവർ കൊടുത്തത്. അതാണ് വീഡിയോയിൽ കുറച്ചൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നൈനൊക്കെ എണീറ്റു. പിന്നെ ഇതാ പത്തിരി ചുടുന്നുണ്ട് കേട്ടോ ഉമ്മ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. മോൻക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി പനിയൊക്കെ മാറിയിട്ടൊക്കെ പോവാം, ഒഴിവുപോലെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്തായാലും ഇപ്പോൾ അവൻ്റെ സ്കൂളും മദ്രസയും ഒക്കെ ലീവാണ്. അപ്പോൾ പിന്നെ ആ സമയം ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. കുറേയൊക്കെ കൈയിനോട് മറിച്ചിടാൻ നോക്കിയിട്ടോ. പക്ഷേ രണ്ടെണ്ണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചട്ടകം എടുത്തുകൊണ്ട് മറിച്ചിട്ടു കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പെയ്യുന്നുണ്ട്, കാറ്റും അടിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പത്തിരിയൊക്കെ ചുട്ടലും അതുപോലെ ഒക്കെ പരത്തലും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. ഇമ്മ പത്തിരി പരത്തലും ഞാൻ ചുടലുമാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. പിന്നെ മുറ്റത്ത് വെള്ളം പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴ പെയ്താൽ നല്ലപോലെ വെള്ളം നിൽക്കുക. അങ്ങനെ എന്താ ഞാനൂനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് ഞാനും എൻ്റെ ചെറിയ ബ്രദറും പിന്നെ ഇഷുവിനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പറങ്കാത്തോട്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഈ ഒരു റോഡ് എൻ്റെ സ്കൂളിലേക്കുള്ള റോഡാണ്, ഗ്രൗണ്ടിലേക്കൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ അത്യാവശ്യം ഗ്രൗണ്ടൊക്കെ നല്ല സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലൊക്കെ കല്ലിട്ടുങ്ങാണ്ട് ചുറ്റുമതിൽ കെട്ടുകയാണ് കേട്ടോ. അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു വഴി കൂടെയാണ് ഷോർട്ട് വഴി ആണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇതാ നമ്മൾ ഓട്ടോക്ക് കാത്തുക്കാണ്. ഓട്ടോയോ അല്ലെങ്കിൽ ബസ്സോ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് മെയിനായിട്ട് ഓട്ടോ കിട്ടണം. കാരണം മുക്കത്തുനിന്ന് വീണ്ടും നമുക്ക് വിളിച്ചു പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ബസ് കയറിയ സംഭവം മുന്നിലെത്തും, പക്ഷേ പിന്നെ നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനും നല്ലത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇരുവഞ്ഞിപ്പുഴയിൽ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പണ്ടത്തെ പാലൊക്കെ ആണെങ്കിൽ എപ്പോഴും മൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ നേരത്തെ വന്നതാണ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും നല്ല തിരക്കായതുകൊണ്ട് കുറേ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവനക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ, ബ്ലഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അവന് നൊലോളിക്കാൻ തുടങ്ങിയിട്ടോ, സൂചി വെക്കരുത് എന്ന് പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ ഇതാ സിസ്റ്റർ അവന് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും കേട്ടോ. അങ്ങനെ ബ്ലഡ് കൊടുത്തു. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ആദ്യം തന്നെ പോയി കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് കാട്ടിയിട്ട് ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിൽ തിരിച്ചു പോയി. പിന്നെ വീണ്ടും തിരിച്ച് വന്നതിന് ശേഷം ഇതാ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഉപ്പുണ്ടായിരുന്നു കേട്ടോ കൂടെ. രാവിലെ ബ്രദറിനെയും കൂട്ടിയാണ് പോയത്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയപ്പോൾ ഉപ്പാൻ്റെ വണ്ടിമേലാണ് പോയത്. അങ്ങനെ ഇതാ ഉപ്പ ഞങ്ങൾക്ക് നല്ല ചായയും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിരുന്നു കേട്ടോ. അതാണ് നേരത്തെ കണ്ട വീഡിയോ. അങ്ങനെ ഇതാ നല്ല അടിപൊളി പാൽ ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ നമ്മളെ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അതിൻ്റെ ഇടയിൽ ഇതാ കോഴി വിശന്നിട്ടാണ് തോന്നുന്നുണ്ട് കോഴി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഉമ്മ സേമിയൊക്കെ വറവിടാനുള്ള ആ ഒരു പരിപാടിയിലാണ്. പിന്നെ ഞാൻ വേഗം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ സേമിയ വറവിട്ടപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. കാരണം ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നില്ല. അപ്പോൾ കിണറ്റിൽ അത്യാവശ്യം നല്ല പോലത്തെ തെളിഞ്ഞ വെള്ളം വന്നിട്ട് ഇപ്പം നല്ല പോലെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു തരം പ്രാണിയുണ്ട്. നമ്മളെ ചെടികളൊക്കെ എന്താ പറയുക വെട്ടി ഓട്ടാക്കുന്ന ഒരു ടൈപ്പ് കേട്ടോ. നമ്മളെ ഇളയ എന്താ പറയുക
ഈ മണി പ്ലാന്റിന് കിളയ ഇല ഉണ്ടാവില്ല, തൂമ്പ്, അവിടെയൊക്കെ വെട്ടിയിടുക, അത് വളരാൻ അനുവദിക്കാതെ ഓട്ടാക്കിയിടുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയുള്ളവർ. അപ്പോൾ ഞാനിത് മുറ്റത്ത് കടന്നതായിരുന്നു, അവിടെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ വേരിലെ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അകത്തേക്ക് ആ പ്രാണി എന്തായാലും വരുന്നില്ല, പുറത്താണുള്ളത്. അപ്പോൾ ഈ ഒരു കളറിലുള്ള ആ ഒരു മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്ലാസ് സേമി പായസം കുടിക്കുകയാണ്. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.